ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ വയനാട് ചൂരൽമലയിൽ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനം. 35 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പണം സംസ്ഥാന ഫണ്ടിൽ നിന്ന് തന്നെ കണ്ടെത്തും. എത്രയും പെട്ടെന്ന് പാലം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആലോചന. റഹീസ് റഷീദ് നൽകും വിവരങ്ങൾ. റഹീസ് റഷീദ്, മാർച്ച് 31 അവസാനിക്കുന്ന ആ വായ്പാ പരിധിയിൽ ഈ പാലവും 16 പ്രോജക്ടുകളിൽ ഒന്നല്ലേ? അങ്ങനെയാണ്. 38 കോടി രൂപയാണ് കേന്ദ്രം ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് വായ്പയായി നൽകുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനം ചെലവഴിക്കാൻ ഉദ്ദേശിച്ച 35 കോടി രൂപ കേന്ദ്ര വായ്പയിൽ ഉൾപ്പെട്ട പണത്തിൽ നിന്നല്ല എന്നാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് ഭരണാനുമതി നൽകി ആ പണം ചെലവഴിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ കൂടുതൽ വ്യക്തത വരുത്തിയപ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ഫണ്ട് വെച്ച്, അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് ഒരു 750 കോടി രൂപ സർക്കാർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പണം കിട്ടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ പുനരധിവാസ നടപടികൾ തുടങ്ങുകയാണ്. ഇനി കേന്ദ്രത്തിന്റെ ആ 38 കോടി രൂപ വായ്പ കിട്ടുകയാണെങ്കിൽ 35 കോടി രൂപ അതിൽ നിന്ന് ഇതിലേക്ക് ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.